ബിഗ് ബോസിൻ്റെ സീസൺ 8 അഗ്നിപരീക്ഷ അപ്ഡേഷനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം അഗ്നിപരീക്ഷ സീസണിൻ്റെ മുന്നേ അഗ്നിപരീക്ഷ നടന്നിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതെന്നൊക്കെ നമ്മൾ കണ്ടു. ഓരോരോ ഇതിലും ഏഷ്യാനെറ്റ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അഗ്നിപരീക്ഷയിൽ ജഡ്ജസായിട്ട് 3 പേരും വന്നിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാർ, റിയാസ് സലീം, രഞ്ജിനി ഹരിദാസ്. അങ്ങനെ അഖിൽമാരാരും അതുപോലെ തന്നെ റിയാസ് സലീം എന്ന് പറഞ്ഞാൽ തന്നെ കുറേ കോൺട്രവേഴ്സീസൊക്കെ അവർ പരസ്പരം തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മളെല്ലാവർക്കും, നമുക്ക് പ്രേക്ഷകർ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ 2 പേരും ഒരുമിച്ച് ജഡ്ജായി വരികയാണ് ചെയ്തിട്ടുള്ളത്. അഗ്നിപരീക്ഷയിൽ 40 കോമണേഴ്സാണ് അഗ്നിപരീക്ഷയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ആരൊക്കെ സെലക്ട് ആവുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോരുത്തരും ഓരോ ടീമിക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം 20 പേരെ, 40 കോമണേഴ്സിൽ നിന്ന് 20 പേരെ അകത്തേക്ക് വിളിച്ചിട്ട് ഈ 20 പേരെ ഈ 3 ജഡ്ജസുമാരും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തർ ടീമിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇതിൽ അഖിൽമാരാർ പറയുന്ന ഡയലോഗ് ഉണ്ട്. റിയാസ് സലീമിൻ്റെ സീസണിൽ, ബിഗ് ബോസിൻ്റെ റിയാസ് സലീമിൻ്റെ സീസണിൽ റിയാസ് സലീമിൻ്റെ ചില ഗെയിം കണ്ടിട്ട് അവിടെ എന്താ പറയുക, ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരാൾ കൈപ്പൊക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അഖിലിൻ്റെ ടീമിലേക്ക് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന് നേരെ ഇതായിട്ട് മറുപടി ആയിട്ട് റിയാസ് സലീം ചോദിക്കുന്നുണ്ട്, ആർക്കൊക്കെയാണ് അഖിൽ മാരാറെ പൊളിറ്റിക്കൽ ഇത് ഇഷ്ടമല്ലാത്തത്, പൊളിറ്റിക്കൽ അഭിപ്രായം ഇഷ്ടമല്ലാത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രഞ്ജിനി കൈ കൂട്ടുന്നുണ്ട്. അതായത് പെട്ടെന്ന് ഇതിന് തിരിച്ചടിയായിക്കാണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ ഒരാൾ കൈപ്പൊക്കുന്നുണ്ട്. അപ്പോൾ ആ കണ്ടസ്റ്റൻസിനെ റിയാസ് സലീമിൻ്റെതിലേക്ക് സെലക്ട് ആവുന്നുണ്ട്. അപ്പോൾ റെനീഷ റഹ്മാൻ പറയുന്നുണ്ട്, അവതാരികയായിട്ടുള്ള റെനീഷ റഹ്മാൻ പറയുന്നുണ്ട്, അഖിൽ മാരാറിനോടാണ് പറയുന്നത്, ഇതൊരു റിവെഞ്ച് ആണ് കേട്ടോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അഖിൽ മാരാറിന് പറയുന്നുണ്ട്, ആർക്കും അല്ലെങ്കിലും എൻ്റെ ആ ഒരു വ്യൂ ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട്.